ചേച്ചി ഒരു പ്രിന്റ് എടുക്കുമോ? ആ അതെ, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ആ പ്രശാന്ത് ഗോൾഡ് എടുക്കാൻ വരും, ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. ആ ചെയ്തു കൊടുത്തോളാം. ചേച്ചി ഓക്കെ ഉണ്ട് കേട്ടോ. ആ എത്രയായി? 900. 900? കഴിഞ്ഞ പ്രാവശ്യം 450 തന്നിട്ടുള്ള രണ്ടും ചേർത്ത് 900. എടാ നീയേ ശില്പോട് പറയട്ടാ, പണിയെടുത്ത് കഴിഞ്ഞാലേ കാശ് വെച്ച് പിന്നെ നടക്കേണ്ട അവസ്ഥയാണ്. അവള് ഇവരുടെ ഹെഡ് ഓഫീസിൽ IT ഹെഡായിട്ട് ജോലി കയറി. എടാ എന്നാ അവളോട് പറഞ്ഞ എല്ലാ ബ്രാഞ്ചിൻ്റെയും വർക്ക് എനിക്ക് പിടിച്ചാടാ. ആ തനിക്ക് വർക്ക് പിടിച്ച് തന്നിട്ട് വേണം ആ കമ്പനി കൂട്ടി പോവാൻ. അതിപ്പോൾ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കൂട്ടേണ്ട അവസ്ഥ തന്നെയല്ലേ. നീ കാശ് കൊടുക്ക്. എൻ്റെ എല്ലാം ഒന്ന് കൊടുക്കോ? എത്ര ഏട്ടാ? 20 രൂപ. 20? ഒരു സർവത്തല്ലേ കുടിച്ചുള്ളൂ. പോവാം. ആ പോ. സാറേ, NP അക്കൗണ്ട് ഓപ്ഷൻ വരുമ്പോൾ ആ ന്യൂസ് എങ്ങനെയൊക്കെയോ ലീക്ക് ഔട്ട് ആവുന്നുണ്ട്. ആരൊക്കെയോ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ആ ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് പിരിച്ചുവിടാം. അപ്പോൾ അത്രയും കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. അല്ല സാറേ, ഗോൾഡ് ലോണല്ലേ നമ്മുടെ നട്ടല്ലേ. ബാക്കിയുള്ള ലോൺസിനൊക്കെ NP അതിനേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ അറിയാം, നാളെ മുതൽ ടേക്ക് ഓവറിൻ്റെ ഡെയിലി റിപ്പോർട്ട് എനിക്ക് വേണം. ആരാ നമ്മുടെ കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യുന്നതെന്നൊന്നും അറിയണല്ലോ. ആ ആ ജിൽസിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. പിന്നെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഒട്ട് സ്ട്രോങ് അല്ല എന്നൊരു പരാതിയുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറോടുകൂടി നമുക്കത് സെറ്റിൽ ചെയ്യണം. RBI എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇതെൻ്റെ മോളാണ് ശില്പ. ഇവിളിന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്യുക IT ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട്. എടീ, ഇത് നമ്മുടെ IT കൺസൾട്ടൻ്റാണ് പ്രവീൺ കുമാർ. പുള്ളിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കി എനിക്ക് റിപ്പോർട്ട് തരുന്നത്. ഇത് മാത്യു ഫിനാൻസ് മാനേജറാണ്. ആ ജിൽസ്, ഇത് ജിൽസാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ജിൽസ് എനിക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. ഒന്ന് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. വേറെ ഒന്നും ഇല്ലെന്നാ. സാർ, ഈ സെക്യൂരിറ്റി അപ്ഡേഷനുള്ള കൊട്ടേഷൻ പ്രവീൺകുമാർ തന്നിരുന്നു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതിനുള്ള ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അത് അത്ര അത്യാവശ്യം അല്ലെങ്കിൽ. എന്താ പ്രവീൺ? സാർ, അത് IT സെക്യൂരിറ്റി ആയതുകൊണ്ടേ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ആകുമല്ലോ, എന്നിട്ട് പോരെ. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ലോ. ഓക്കെ, ശരി. ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. കല്യാണച്ചക്കൻ താലി കെട്ടാൻ പോയപ്പോ തന്നെ മെമ്മറി കാർഡ് ഇരുന്നു. എന്നിട്ട് മെമ്മറി കാർഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും താലിയിട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ താലിയിട്ട് മാത്രം റീഷൂട്ട് ചെയ്തു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഉദയേട്ടാ, ദേ ഏതോ രാജേഷ് വിളിക്കണം. ഓട്ടം പോകാനായിരിക്കും. കട്ട് ചെയ്ത് വിട്. എടാ പിന്നെ മേമയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. വീഡിയോ പരിപാടി നിങ്ങൾ ചെയ്യില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് നീ ഇവൻ എന്നെ വർക്ക് എടുക്കാനാ? താൻ പോടോ. ഞാൻ ഈ വലിയ വർക്കുള്ള മാത്രം പിടിക്കാനുള്ള അനീഷേട്ടാ. അല്ലെങ്കിൽ കൈ നഷ്ടമാന്നേ. എടാ വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നമ്പർ അയച്ചിട്ട്. രണ്ടായാലും സെയിം പണി തന്നെയാണ്. വിഷ്ണു, നമ്മുടെ വെഡിങ് കമ്പനിയുടെ സൈറ്റിലെ പുതിയ ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. നീ എപ്പോഴും ഫ്രീ ആവണേ? ഞാൻ ഫ്രീ ആണ്. നീ വിളിച്ചിട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങാം. എടാ നീ വെബ്സൈറ്റ് ഇതിന്റെ പൈസ കൊടുത്താ? ഞാൻ കൊടുത്തല്ലോ, ചോദിച്ചു നോക്കി. തന്നാടാ? തന്നു കൊടുത്താ മതി. ഹലോ, നീ എവിടെയായിരുന്നു? ഞാൻ എന്തോരം വിളിച്ചു. ഒരാൾ കോൾ ചെയ്ത തിരക്കിലാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലേ വിഷ്ണു? അല്ല, ഞാൻ ഓഫീസിൽ മീറ്റിംഗിലായിരുന്നു. ആണല്ലേ? എന്തായി ജോയിൻ ചെയ്തിട്ട്? കുഴപ്പമില്ലടാ, ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എടാവേ, ഇവന്മാർ നമ്മുടെ ഷോപ്പിൻ്റെ ആഡ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെടുത്ത് ലോക്കൽ ചാനലും തിയേറ്ററിലൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? എന്ത് പറ്റിയിടാ? ചേട്ടാ, ശില്പ ഇപ്പോൾ ഭയങ്കര കോൾഡ് റെസ്പോൺസാണ്. കുറേ ആയി തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ആകെ പ്രാന്തായിട്ടും പാടില്ല. എടാ, ഈ ഫോണിലെ കമ്മ്യൂണിക്കേഷനില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഏ പോയിട്ട് അവളെ കാണും, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും. നീയേ നേരിട്ട് കാണും, കണ്ടിട്ട് സംസാരിക്കും. അത് കുഴപ്പമില്ല. 154 ആക്ടിവേഷൻ ഫയൽ ചെയ്യാം. നമ്മുടെ TDS ക്രെഡിറ്റ് മാച്ചിങ് ആണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണ്? ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയാണേ. വീട്ടിലേക്കല്ലേ? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ അവനെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പോൾ നീ ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങോട്ടൊന്ന് വിടണം. എനിക്ക് കാഞ്ഞാണി വരെ ഒന്ന് പോകണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം. ഓട്ടോയൊന്നും വേണ്ട,
താനിപ്പോൾ ഇറങ്ങുമല്ലേ? അല്ല ഇത് തീർത്തിട്ട് നമുക്ക് അതും തറവായിട്ട് നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. ആ, പോണ വഴിക്ക് വിളി ഒന്ന് അവിടെ ഇറക്കിയേക്കാം. ശരി. ശരി അപ്പം. സോറി. ശില്പ എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്തത്? വല്ല നല്ല കമ്പനിയിൽ നോക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് IT സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കായിരുന്നില്ലേ എന്നാണ്. അല്ല, എനിക്ക് 1-2 കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മടി. ഞാൻ കുറച്ച് ഹോം സിക്കാണ്. ആണോ? ഞാനും ഹോം സിക്കാണ്. അവിടെ നിർത്തിക്കോ. ഏ? അതെ, അവിടെ. ഓക്കെ. വിഷ്ണു, ഇത് മാത്യു, ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാ. മാത്യു, ഇത് വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ശില്പ, നാളെ ഓഫീസിൽ കാണാം. ബൈ. ഓക്കെ, ശരി, ബൈ. ഇതാരുടെ വണ്ടി? ഇത് അനീഷേട്ടൻ്റെ. നമുക്ക് ഈ റോഡ് നിൽക്കാണ്ട് എങ്ങോട്ടേലും ഇരിക്കാം. വാ വാ. പണിയുണ്ടാ? അപ്പച്ചൻ്റെ ഓഫീസാന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. പഠിച്ചു വരണേ ഉള്ളൂ. ഞാനേ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് ബിസിനസ്? കമ്പ്യൂട്ടർ ഷോപ്പ്. അനീഷേട്ടൻ്റെ ഷോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നീ എന്തൊന്നും പറയാത്ത? ഞാൻ എന്തോട്ട് പറയാനാ വിഷ്ണു? നീയൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ? എൻ്റെ വിഷ്ണു, നീ അധികം സപ്ലൈ ഇല്ലാന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും. പിന്നെ എല്ലാവരും ഈ പരീക്ഷ ദയവ് ചെയ്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബിൽ ഗേറ്റ്സിന് ഉദാഹരണം എൻ്റെ അടുത്ത് പറയരുത്. എടി, നിൻ്റെ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എനിക്ക്? ബെസ്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്പ്യൂട്ടർ ഷോപ്പിയുടെ മുന്നേ ചെന്നാൽ മതി. കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം? നിൻ്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്. കുറി കമ്പനിയാ? ഞങ്ങളുടെ NBFC ആണ്. നീ അതേ ഫോണിൽ നിന്ന് കണ്ണെടുക്ക് പണ്ടറങ്ങാനായിട്ട്. ശില്പ, നിൻ്റെ അപ്പച്ച സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ? എങ്ങോട്ടേക്ക് വിഷ്ണു? ഞാനേ പോവാ. എൻ്റെ ഒന്നും സംസാരിക്കില്ല. നീ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടോ ശില്പേ? എന്തിനാ നിനക്ക് ഉത്തരം അറിയണ്ടേ? വിപ്ലവ കല്യാണം നീ പ്രതീക്ഷിക്കണമെങ്കിൽ നടക്കില്ല വിഷ്ണു. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അതന്നെ ഒരു വിപ്ലവം. മര്യാദയ്ക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിൻ്റെ അപ്പന് ബിസിനസ് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. നീ എന്തെൻ്റെ അപ്പച്ചൻ്റെ ബിസിനസ് കണ്ടതുപോലെയാണല്ലോ സംസാരിക്കണത്. നീ കണ്ട ഞങ്ങളുടെ കമ്പനി? ഞാൻ നിന്നെ ഇപ്പം കെട്ടാനല്ല വന്ന്. എനിക്കൊരു തീരുമാനം അറിയണം. ഈ കട്ട്ലേറ്റിന്റെ കാശ് ഞാൻ കൊടുക്കുന്നുള്ള ഉറപ്പില്ലല്ലേ നീ ഇത് ഓർഡർ ചെയ്തേക്കണേ? അല്ലേ? ഒന്നും നോക്കണ്ട, അവൾക്ക് വേറെ ലൈൻ സെറ്റായി. നിനക്കിതെന്താണ് മനസ്സിലാവാത്തത്? വിഡ്ഢിയാണാ നീ? ഞാനിന്ന് നിന്നപ്പോൾ അവൾ ഒരുത്തനാണ് കൊണ്ടുവന്നാക്കിയത്. ചെറുപ്പക്കാരനാണാ? വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഉറപ്പായി ലൈൻ തന്നെ. അങ്ങനെ പറയില്ല രജീശ്വനെ. നീ എന്തിനീ കിടന്ന് മോങ്ങണേന്ന്? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ബിയർ അടിച്ചിട്ടുണ്ട്. തലക്ക് പ്രാന്ത് വന്നിട്ട് പാടില്ല. അവളുടെ കാര്യം ഞാനൊരു സാധ്യത പറഞ്ഞാണ്. ഒന്നാമത് ഈ 2 സ്ഥലത്തുള്ള പ്രേമൊക്കെ വർക്കാവാൻ കുറച്ച് പാടാണ്. അത്രയും സ്നേഹമാണെങ്കിലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ സക്സസ് ആവുള്ളൂ. മനസ്സിലായ? കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുടയാണോടാ ലോങ് ഡിസ്റ്റൻസ്? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ Instagram അക്കൗണ്ട് ഹാക്ക് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. എടാ, എന്തെങ്കിലും ഉടായിപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ ചാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആടെന്താ അവസ്ഥ? ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. എടാ തെണ്ടി, ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് ഫിഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ, എനിക്കും അറിയാൻ പാടില്ല ഈ പരിപാടി. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. നടന്ന എന്നോട് പറയണം, മനസ്സിലായ? പറയാ. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ
ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. ആ ശരി വെച്ചോ. പിന്നെ നമ്മുടെ പിള്ളേരെ കൂടി മറ്റേ ശ്രുതിയുടെ ബർത്ത്ഡേ പാർട്ടി പോയിട്ടില്ല, എന്നെ വിളിച്ചില്ലേ? എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ ഞാൻ കിട്ടുമ്പോൾ വിളിക്കാം. വിളിച്ചിട്ടില്ല പിന്നെ അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്റെ തന്തയോട് പോയി ചോദിക്കണം. രാത്രി 1:30 മെസ്സേജ് അയച്ചത് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾക്കില്ലേ ഇതിനേക്കാൾ വലുതനുഭവിച്ചൊരു മോൻ. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കണ്ട് എല്ലാം ഒന്ന് ഡീൽ ചെയ്ത് തരണം. കാര്യങ്ങളെല്ലാം മാതാവിനെ ഏൽപ്പിച്ച് ഞാനങ്ങ് കയറുക കേട്ടോ. പ്ലീസ് സേവ് മീ. ഈ വലപ്പാട് പ്രസിഡന്റ് കൊട്ടേഷൻ എപ്പോൾ കിട്ടും? അവരോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ. എന്താണ് ഈ ഡസ്റ്ററിനുള്ളിൽ നിന്നൊരു USB കേബിൾ? ഇത് ഡസ്റ്റർ അല്ല, ഇതാണ് ഇന്റർബട്ടൺ ബില്ലോ. നീ ഇതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്ക്. ആരോ സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു. നീ നിന്റെ കാര്യം നോക്കി പോയ ജെൽസേ. ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു. ശില്പ, ഇന്നലെ അത് എനിക്ക് 2 ദിവസം സമയം വേണം. എന്തിന്? അല്ലെങ്കിൽ ഐറ്റിയുടെ ഫിക്സഡ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞതല്ലേ, അത് ജെൽസ് ഫയലാക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്ന് അയച്ചു തരും. അപ്പം തെറിയില്ല, കുറി. നമുക്ക് പുതിയ കുറി ഉണ്ടോയെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല. അയ്യോ ശില്പ, കരയല്ലേ ശില്പ? ശില്പ കരയല്ലേ? ശില്പ, എനിക്കറിയാമല്ലോ താനങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. എന്നാലും ആരായിരിക്കുന്ന തോന്നുന്നത് ശില്പയ്ക്ക്? ഓക്കെ റിലാക്സ് ആയിരിക്കും. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ചേട്ടാ.
അവളെ വിളിക്കണ്ടല്ലോ. നീ ഫോൺ എടുക്ക്, എന്നിട്ട് സോറി പറ. ഹലോ വിഷ്ണു, നിനക്കെൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എടി ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ നീ ആണല്ലോ എന്റെ ഇൻസ്റ്റയിൽ കയറിയത്? ഹലോ ഹലോ, ഞാൻ എന്റെ ഇൻസ്റ്റ പാസ്വേഡ് നിന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴോ? അത് വെച്ചല്ലേ നീ കയറിയത്? എടി അത് ഇന്നലത്തെ ഫ്രസ്ട്രേഷനിൽ അറിയാതെ ബിയറൊക്കെ അടിച്ചിരിക്കും. അത് നീ ആവുന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയല്ല വിഷ്ണു ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷം എന്തായാലും. ഇനി മേലാൽ എന്നെ വിളിക്കരുത് വിഷ്ണു, ഒരിക്കലും. ശില്പ സോറി പ്ലീസ്. അറി ഭൂലോക വൃത്തിയോടനുസരിച്ചിട്ട് സോറി. അവളിനി വിളിക്കണ്ട നോക്കണ പറയണ കേട്ടാ. എൻ്റെ അമ്മോ, നീ അവളുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാണ് അവൾ ഇത്രയും ഷോടുന്നത്. അവളെ വർത്താനം കേട്ട തോന്നി അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു തന്നു. അനീഷേട്ടാ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. നീ തെറിയൊന്നല്ല അയച്ചത് ചേട്ടാ. അത് പിന്നെ ആണോ? താൻ തൻ്റെ എളി നിർത്ത്. എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. തന്നോട് പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ മതില്ല. സോറി, ചിരിച്ചു പോയതാണ്. ബാക്കി പറ. ബാക്കി എന്തുട്ടാ? അവളൊന്നല്ല എന്നെ തെറി വിളിച്ചത്, അവളുടെ അക്കൗണ്ടിൽ കയറി വരാനുണ്ടാ. അവൾക്ക് എന്തായാലും എന്നോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. നിങ്ങൾ ഈ ഫിനാൻസാർക്ക് മനുഷ്യപ്പറ്റില്ല കേട്ടാ. എടോ 30 വയസ്സായി, വീട്ടിൽ കല്യാണം കാലിച്ചു തുടങ്ങി. അതിനവളുടെ തന്തപ്പിടി സമ്മതിക്കോ? അയാളെ അമ്മയ്ക്കേണ്ട എന്താ? അയാൾ ഈ പെട്ടിക്കടയുടെ ചെയർമാൻ ആണെങ്കിലേ ഞാൻ സി ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പറവൂരിൽ നിന്നുള്ള നല്ല അന്തസ് തറവാടിനെ മോൾക്ക് കെട്ടിച്ചു കൊടുത്താൽ എന്തി പുളിക്കൂ. വരുത്തന്മാരാണ്, കാശേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഇല്ല. ഇനി അവളുടെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടാ? എന്താ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. പേടിപ്പിക്കല്ലേ. ഓരോ ദിവസം നല്ലത് മാത്രം സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോകണം. എന്നാൽ ഞങ്ങൾ IT-കാരങ്ങനെയല്ല. എങ്ങനെയാ? പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. ഡോ അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിൽ തനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ തന്നെ ആരോ തെറി വിളിച്ചു. അതിൻ്റെ അർത്ഥം അവളുടെ പാസ്വേഡ് അറിയണ ആരോ ഉണ്ടെന്നല്ലേ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്നതാ നോക്കിക്കോ, ഇനി അവൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്താ നെറ്റില്ലേ? അല്ല, അത് ഗെയിം കളിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന. ഇരിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. എന്നെ മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിലാണ് പഠിക്കണേ. ആ, എനിക്കറിയാം. ശില്പല്ലേ? വിഷ്ണു ഫ്രഷേഴ്സ് ഡേക്ക് മാർഗം കളി കളിക്കണ്ടല്ലേ? മാർഗം കളിയാ? ഇല്ല, ഇതാര് പറഞ്ഞത്? ജസ്വിൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, ഞാനന്ന് വരുമൊന്നുമില്ല അതിന്. അയ്യോ, അത് ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, സീനിയേഴ്സ് അറിഞ്ഞാ. എന്താ? അല്ല, എന്നോട് ബ്രേക്ക് ഡാൻസ് കളിക്കണ പറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ഒരു മാർഗം കളി കണ്ട് പഠിച്ചു വെച്ചോ, ചിലപ്പോൾ സീനിയേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമാവും. അയ്യോ, എനിക്ക് സ്റ്റേജിലൊന്നും കയറി അങ്ങനെ. അത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അഞ്ച് വില കുന്തപ്പച്ചോട്ട് ചിക്കനായിരിക്കും എന്നാണെന്ന് അറിയില്ല. ഇത് പ്രാന്തര എല്ലാം കൂടി വലിച്ചു ഞാൻ കളയും. രണ്ടാവളം അവിടെ ഇരിക്കും. ചേട്ടാ, ഈ റോയൽ പെരിയാടിന്റെ ഹെഡ് ഓഫീസ് ബൈപ്പാസിന്റെ അടുത്തുള്ളതാണ്. അത് തന്നെയാണെന്നാ തോന്നണേ. കേൾക്കും.
ശില്പ ആരാ? ക്ലാസ്മേറ്റാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാബിൻ. അവിടെയോ? താങ്ക്സ്. നീ ഇതിന് വിഷ്ണു ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ എന്താ എനിക്കൊരു മാർഗമുള്ളത്? എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. നേരിട്ട് കണ്ടൊരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. സോറി പറഞ്ഞുകൊണ്ടൊന്നും നീ ഉണ്ടാക്കി വെച്ച ഡാമേജ് മാറില്ല വിഷ്ണു. എന്നെ ട്രസ്റ്റ് ചെയ്യാത്ത, എൻ്റെ പ്രൈവസി കയറി ഇടപെടുന്ന ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കപ്പ് ആണോ? ഓ, നിനക്കെന്നെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? അതാകുമ്പോൾ എക്സാം എഴുതണ്ട, ജോലിക്കും പോകണ്ട, സുഖമാവല്ലോ നിനക്ക്. ശില്പ, നീ ഒരുമാതിരി മറ്റോടത്ത് വർത്താനം പറയരുത്. നിന്നെ അപ്പം എൻ്റെ കാശ് കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? വിഷ്ണു, നീ ഇപ്പോൾ പോയേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കൊക്കെ വട്ടായിട്ടിരിക്കും. എന്താടി, എന്താ പ്രശ്നം? ഒന്നുമില്ല പച്ച, ഇതെൻ്റെ ക്ലാസ്മേറ്റാണ് വിഷ്ണു. അത് ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അത് പോട്ടെ, പാസ്റ്റൊന്നും എനിക്കറിയണ്ട. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ പച്ച, ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത ആളെ അപ്പച്ചെന്ന് മൂക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നാ മോള് വീട്ടിലേക്ക് ഇല്ലേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പൊക്കോ. വിഷ്ണു അല്ലേ? ആ. എന്നെ മനസ്സിലായോ? ശില്പയുടെ അപ്പച്ചനല്ലേ? ആ, അതാ വിഷ്ണുവിൻ്റെ പ്രശ്നം. വിഷ്ണുവിനെ അങ്ങനെ മാത്രമേ എന്നെ അറിയുള്ളൂ. എവിടാ വീട്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെ? മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ, ഹൗസിംഗ് കോളനിയിൽ. ഇപ്പം എന്ത് ചെയ്യുന്നു? അച്ഛന് വർക്ക്ഷോപ്പുണ്ട്. എന്താ പറ, എന്താ വിഷ്ണുവിൻ്റെ പ്രശ്നം? എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധവുമില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ. ഇപ്പം നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ് ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ. ചില കമ്പനികളുടെ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കമ്പനികളുടെ AMC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നീ എന്നാ അങ്ങനെ എന്തെങ്കിലും ചെയ്യടാ. കിട്ടണ്ടാ അനീഷേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കോ? എന്താണ്? നിക്കോന്ന് പറ. എടാ, നീ കാര്യം പറ. എനിക്കേ ശില്പയുടെ പനം തല്ലണം. ബെസ്റ്റ്. എന്തിന്? ഞാൻ അവളോട് സോറി പറയാൻ വേണ്ടി ഓഫീസിൽ ചെന്നതാണ്. അയാൾ എന്നെ പിടിച്ച് തല്ലി. നിനക്കൊരു പ്രാന്തുണ്ട് വിഷ്ണു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ തിരിച്ചല്ലണം. അനീഷേട്ടൻ എൻ്റെ കൂടെ വെക്കണം. നീ ആവശ്യമില്ലാത്ത പണിക്ക് പോലെ കേട്ടോ, അവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. എടാ, വെള്ളം കുടിച്ച് കുടിക്ക്. അതെ, എടാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. നമ്മളെ കൊണ്ട് തിരിച്ചെല്ലും നടക്കില്ല. അവക്ക് നിന്നെ വേണ്ടല്ലോ.
അവളെ മറന്നേക്ക്, അത് നല്ലത്. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല, അവളപ്പം ചാവില്ലാട്ടാ. നോക്കിയേ, ബ്രാഞ്ചിൽ നിന്ന് കോള്. ആ ചേച്ചി ശരി. അവിടുത്തെ പ്രിൻ്ററിൻ്റെ ഒന്ന് കംപ്ലൈൻറ്റ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജോർജേ പുറത്ത് ഈ വാട്ടറാ ഡാ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കട്ടാ. അനീഷേട്ടാ ഞാനും ഉണ്ട്. എന്താടാ എടുക്ക്, വണ്ടി എടുക്ക്, എന്താന്ന് എടുക്ക്. എന്ത് ചേച്ചി അനുഷ ഇത് തെളിയുന്നില്ല. അവിടെ അനീഷേട്ടാ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന് ചെക്ക് ചെയ്യണം. എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. എടി ഇന്നലെ കണ്ടോട്ട് പിടിക്കും. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ? ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ സെർവറിന്റെ പബ്ലിക് ഐപി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ. ആ അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? ആ എന്നാ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത് നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതിലപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. അനുഷേ ഇത് കഴിയും. ഇതെന്താ പരിപാടി? ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ശരി ശരി നടക്കട്ടെ. ആ അത് കിട്ടിയിട്ടാ. പാസ്വേഡ് കിട്ടിയാ? ആ ഇതാണ് പാസ്വേഡ്. ഇതാണ് അവന്മാരുടെ സെർവർ. നീ എന്താ ചെയ്യാൻ പോണേ?
എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ സാറേ, എല്ലാ ബ്രാഞ്ചിലും എടാ ജിൽസെ സോഫ്റ്റ്വെയർ ഒന്നും വർക്ക് ചെയ്യണില്ല. സാറേ, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ പോയിട്ട് നാളെ വാ. നാളെ റെഡിയാവും. നീ സോഫ്റ്റ്വെയർ വിളിച്ച് വേഗം പറയാൻ നോക്ക്. ബ്രാഞ്ചിലുള്ളവർക്ക് ഞാനത് വിളിക്കാൻ പോകില്ല, അവള് വിളിക്കട്ടെ. ശില്പ, അവള് കുറച്ച് പണി എടുക്കട്ടെ. ഹലോ ജിൽസേ. ഹലോ മാഡം, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് നീ എന്തിനാ ഇത്ര ചൂടാവണേ? മാഡം എൻ്റെ അവസ്ഥ ഏതാണ്, അതുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കടാ. ഹലോ, അപ്പച്ചന് അർജന്റായിട്ട് ഓഫീസ് വരെ വരണം. എന്താടി ഞാൻ പള്ളിയില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പച്ച. ബ്രാഞ്ചിലൊന്നും വർക്ക് ചെയ്യില്ല. സോഫ്റ്റ്വെയർ കിട്ടാത്ത ഞാൻ വന്നിട്ട് എന്താ കാര്യം? നീ ആ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരെ വിളിക്കും. ജിൽസില്ലേ അവിടെ, അവനോട് പറഞ്ഞാൽ മതി. അപ്പച്ച അവരെ ഞാൻ വിളിച്ചു. അവര് പറയണ അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ്. അതെങ്ങനെ നമ്മുടെ പ്രശ്നമാവണേ? അപ്പച്ചനും ഇങ്ങോട്ട് വരുമോ? ആ പ്രവീൺ സാർ ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വരാം. സാറേ, നമ്മൾ സോഫ്റ്റ്വെയറുകാരെ വിളിച്ച് തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല. ഇത് അവരുടെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പം? എൻ്റെയാ? ജിൽസി ഇവിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആൾ കൂടിയ പാപി ആയിയാലെന്ന് പറയുന്ന പോലെയാണ്. സാർ, സംഭവം ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങോ എന്ന് പറഞ്ഞാൽ? സാർ, ഈ ഹാക്കിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ കയറി വിവരങ്ങളൊക്കെ മോഷ്ടിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ IT സെക്യൂരിറ്റിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. IT സെക്യൂരിറ്റിയുടെ പ്രപ്പോസൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറ. സാർ, നമ്മുടെ സോഫ്റ്റ്വെയർ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന സെർവർ എന്ന് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇത്രയും മോശം സെർവർ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലെ കമ്പ്യൂട്ടറുകളും ഈ സെർവറിലേക്ക് ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആണ്. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിലേ ഇതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ഇപ്പം സംഭവിച്ചത്, പുറത്തു നിന്നാരോ ഈ സെക്യൂരിറ്റി മറികടന്ന് നമ്മുടെ സെർവറിലേക്ക് കയറി. അവർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ? അവർ നമ്മളെ വിളിച്ചു, നമ്മൾ പെട്ടു. ഇന്ന് നടക്കില്ലല്ലോ ഏട്ടാ. നാളെ രാവിലെ വരാൻ പറ്റുമോ? അതെ, ഈ മാലൊന്ന് പണയം വയ്ക്കാൻ പറ്റുമോ? ഇന്ന് ഗോൾഡ് എടുക്കാൻ പറ്റൂലല്ലോ ഏട്ടാ. എന്തു പറ്റി? സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എപ്പോൾ ശരിയാവും? അതറിയില്ല. അത് ഹെഡ് ഓഫീസിലെ കംപ്ലൈന്റ് അന്വേഷിച്ചേ. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെയൊക്കെ ശരിയാവും. നാളെ വാ. ഓക്കെ, നാളെ വരാം. ശരി മോനെ, ഒരു മിനിറ്റ്. എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലവേർക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് കിട്ടിയില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലായി? ഭാഗ്യം, കോളേജ് വിട്ട കാശ് പോയില്ല. ഇതാരാന്ന് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കി. ജപ്പാനീന്നാരാണ്? ജപ്പാനിൽ? എടി, നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? അയാൾ മലേഷ്യയിലല്ലേ അപ്പച്ച. അയാൾ എന്തിനാണ് നമ്മുടെ അമ്മനെ ഹാക്ക് ചെയ്യണത്? അസൂയ ഉണ്ടാവൂല. സാർ, ജപ്പാനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ VPN ഒക്കെ വെച്ച് IP മാസ്ക് ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അവനാണെങ്കിൽ ലോഗ് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. സർ, ഇത് ചെയ്തത് ഒരാളായിരിക്കോ? ഒരാളോ ഒരു ഗ്രൂപ്പോ ആരും വേണമെങ്കിലും ആവാം. എന്താടി? ഇല്ലപ്പച്ച, ഒന്നുമില്ല. ജിൽസെ, നമ്മുടെ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇല്ലേ? അല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം ഒരാളുണ്ട്, ഈ മാസം ഉണ്ടാവില്ല. ജിൽസെ, ബാക്കപ്പിൽ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പുതിയ പ്രശ്നം? ഈ കഴിഞ്ഞ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ പറ. എത്ര പെട്ടെന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം? സൊല്യൂഷൻ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ മാസം ഡേറ്റ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആണെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ ഹാർഡ് കോപ്പിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരാളെ എൻ്റർ ചെയ്യാം. കയ്യിലില്ലാത്ത ഡേറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ അങ്ങോട്ട് കിട്ടാതെ ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാതെ തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മറക്കേണ്ടി വരും. സാറേ,